കാശ്മീരിലെ ബഡ്ഗാം ജില്ലയിലെ മനോഹരമായ ഒരു പുൽമേടാണ് ദൂദ് പത്രി. ദൂദ് പത്രി എന്നാൽ പാലിൻ്റെ നിറമാർന്നത് എന്നാണ് വിവക്ഷ. ശ്രീനഗറിൽ നിന്നും ഏകദേശം 42 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ദൂദ് പത്രിയിൽ എത്തുക. ഞങ്ങൾ എത്തുമ്പോൾ വേനൽക്കാലമാണ്. എവിടെ നോക്കിയാലും വിസ്തൃതമായ പുൽമേടുകളാണ്. നല്ല കടും പച്ച നിറത്തിലുള്ള പുൽമേടുകൾ. ശൈത്യകാലമാകുമ്പോൾ മഞ്ഞ് വീണ് പാലിൻ്റെ നിറമായി മാറും. പുൽമേടുകളിൽ നിറയെ മഞ്ഞപ്പൂക്കൾ വാരി വിതറിയതുപോലെ. നമ്മൾ എത്തുമ്പോൾ തന്നെ നൂറുകണക്കിന് കുതിര സവാരിക്കാർ നമ്മെ പൊതിയും. ദാരിദ്ര്യത്തിൻ്റെ മുഖം പേറുന്ന കുതിരക്കാരും ചെറിയ കുതിരകൾ. ഒരു സവാരിക്ക് 1800 തുടങ്ങിയത് 1100 അവസാനിച്ചു. പൂക്കൾ വിതറിയ പച്ചപ്പരവതാനിയും അതിനു ചുറ്റും ഉയർന്നു നിൽക്കുന്ന മലനിരകളും കാട്ടരുവികളും ദൂദ് പത്രിക്ക് സ്വർഗീയമായ ഒരു ഭംഗിയാണ് നൽകുന്നത്. 1100 രൂപ കൊടുത്താൽ ബൈക്ക് സവാരി നടത്താം. ഈ കാണുന്നത് 100 വർഷം പഴക്കമുള്ള ചെളി കൊണ്ടുള്ള വീടുകളാണ്. ഇത് പരമ്പരാഗത കാശ്മീരി ഗൃഹനിർമ്മാണ രീതിയാണ്. മഞ്ഞിനെയും മഴയെയും ഒക്കെ തന്നെ അതിജീവിക്കാൻ തക്കമുള്ള നിർമ്മാണ രീതി. ഇത് വഴിവെക്കിലെ വാണിഭ കേന്ദ്രമാണ്. ഒരു ടൂറിസ്റ്റിന് ആവശ്യമായത് എല്ലാം ഇവിടെ കിട്ടും. കരകൗശല വസ്തുക്കൾ, കാശ്മീരിൻ്റെ തനത് ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ദൂദ് പത്രിയിലേക്കുള്ള ഒരു ഇടത്താവളമെന്ന് വേണമെങ്കിൽ പറയാം. ദൂദ് പത്രിയിലേക്കുള്ള യാത്രാമധ്യേ പകർത്തിയ കാഴ്ചകളാണിത്. അടിപൊളി. Man is wonderful man. പശു നമ്മുടെ പുറത്ത് വരാനുണ്ടോ? അത് കറക്റ്റ്. എവിടെ പശു? അല്ല ഇതിൽ പോയാൽ പോരെ, വണ്ടി പോയാൽ പോരെ. भैया इस वाशरूम Bye 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 bye. जी आप कहाँ से हो? फर्स्ट टाइम इन कश्मीर? या फर्स्ट टाइम. I love ചോളം പോവാം. यहाँ से आऊँगा ना इस साइड. बस आऊँगा. ഈ ഷാളിഞ്ഞെടുത്തോ